ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഓവർ കോട്ട് ടെക്സ്ചർ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്യാരക്ടർ മോഡലിൻ്റെ ഒരു ഓവർ കോട്ട് നമുക്കിന്ന് ടെക്സ്ചർ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ലേയേഴ്സിലോട്ട് വരാം. ലേയേഴ്സ് നോക്കാം. ഇവിടെ ലേയേഴ്സ് ഇവിടെ കാണാം. ലേയേഴ്സിൽ വന്നിട്ട് നമുക്കിവിടെ ടെക്സ്ചർ സെറ്റിങ്സ് കാണാൻ പറ്റും. കണ്ടില്ലേ, ലേയേഴ്സിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ ടെക്സ്ചർ സെറ്റിങ്സ് ഉണ്ട്, പിന്നെ നമുക്ക് ഉള്ളത് ടെക്സ്ചർ സെറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. കണ്ടോ, ലേയേഴ്സ്, ടെക്സ്ചർ സെറ്റ് സെറ്റിങ്സ് ഉണ്ട്, ടെക്സ്ചർ സെറ്റ് ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഓവർ കോട്ടിൻ്റെ ഏരിയ ഏതാണോ അത് ആ ഒരു ലെയർ ചൂസ് ചെയ്യുക. യെസ്, ഇതാണ് ഓവർ കോട്ടിൻ്റെ ഏരിയ. ഓവർ കോട്ടിൻ്റെ ആ ഒരു ലെയർ ഇതാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ലേയേഴ്സിൽ വന്നിട്ട് ലേയേഴ്സിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, ആ ലെയർ പോയി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഫിൽ ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഫിൽ ലെയർ ഏതെന്ന് നോക്കാം. ഇതാണോ, അതടുത്താണോ, ഇതാണോ? യെസ്, ദിസ് ഇസ് ദ ഫിൽ ലെയർ. സോ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ആഡ് ഫിൽ ലെയർ. സോ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ഒരു ഫിൽ ലെയർ ക്രിയേറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മെറ്റീരിയലിനകത്ത് നമുക്ക് ബേസ് കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ ബേസ് കളർ നമുക്ക് കാണാൻ പറ്റും താഴെ പ്രോപ്പർട്ടീസിനകത്ത്. സോ അവിടെ പോയിട്ട് ബേസ് കളർ ചേഞ്ച് ചെയ്യുക. ഞാനൊരു ബ്രൗൺ കളർ കൊടുക്കുകയാണ്. ഓക്കെ, ക്ലോസ് ചെയ്തു. എന്നിട്ട് ആ ലെയറിന് പേര് കൊടുക്കുക. അപ്പർ ലെയർ ജാക്കറ്റ്. ഒരു ലോജിക്കലായിട്ടുള്ളൊരു നെയിം കൊടുത്താൽ മതി. യെസ്, അപ്പർ ലെയർ ജാക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നെയിം കൊടുത്തു. ഇനി നമുക്ക് ഒരു സെക്കൻഡ് ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ഫിൽ ലെയർ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ലേയേഴ്സിൽ ഒന്ന് കിടക്കുന്നതായിട്ട് കാണാം. നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്പർ ലെയറിൻ്റെ മേളിലായിട്ട് വരണം ഈ ഫിൽ ലെയർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അപ്പർ ലെയർ എന്തായാലും ഈ പുതിയ വന്ന ഫിൽ ലെയറിൻ്റെ മുകളിലായിട്ട് തന്നെ നിൽക്കണം. അതുകൊണ്ട് തന്നെയാണ് പേര് കാണിക്കുന്ന പോലെ തന്നെ അപ്പർ ലെയറിന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് മാസ്കിംഗ് ആണ്. അത് ഞാൻ പ്ലേസ്മെൻറ്റ് കറക്റ്റാക്കിയതിന് ശേഷം ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ്. സോ ഫോൾഡറിന് പോകുമ്പോൾ ഇവിടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ലെയറിനും കൂടെ എനിക്ക് മാസ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഫോൾഡറിലോട്ട് അതിനെ ഡ്രാഗ് ഇടാൻ വേണ്ടിയാണ്. യെസ്, ഇത് വന്നു. അടുത്തതും വന്നു. ആൻഡ് അപ്പർ ലെയർ എന്ന് പറയുന്നത് ആ ഫോൾഡറിനുള്ളിൽ വന്നിട്ട് ഒരു അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കറക്റ്റാക്കി വെക്കുക. ഫോൾഡർ 1-ന് ഞാനൊരു പേര് കൊടുക്കുന്നു, ലെതർ ജാക്കറ്റ്. ഓക്കെ, സോ ഞാനിത് ഓഫ് ചെയ്താൽ കണ്ടോ, താഴത്തെ 2 ഓഫ് ആവും. സോ അതിത് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഫോൾഡർ ഓഫ് ഓണും ചെയ്യാൻ പറ്റും. നോക്കിയോ, ഓഫ് ചെയ്യുമ്പോൾ കണ്ടോ ക്ലോസ് ആയി തിരിച്ചു വന്നു. ഓക്കെ, ഇവിടെ ആഡ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തു എന്ന രീതിയിലാണ് ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, സോ നമുക്കൊരു ഫോൾഡറുണ്ട്. ഫോൾഡറിനകത്ത് അപ്പർ ലെയർ ജാക്കറ്റ് ഉണ്ട്. ഇനിയും ലോവർ ലെയർ എന്ന കോൺസെപ്റ്റിലോട്ട് വരാൻ വേണ്ടിയാണ് ഫിൽ ലെയർ എന്നൊരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം. സോ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം ഈ ഒരു മെയിൻ ഫോൾഡർ ലെയർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോൾഡറിനെ ഇതിനുള്ളിൽ 2 ലെയേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പർ ലെയറും ലോവർ ലെയറിന് വേണ്ടിയുള്ള ഫിൽ ലെയറും. ഓക്കെ, എന്താ സംഭവം ചെയ്താൽ നമുക്കിവിടെ കുറച്ച് ഡീക്കേസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ്, ലെതറിൻ്റെ ഏജിങ് കാണിക്കാൻ വേണ്ടി കുറച്ച് ഡീക്കേ ലെവൽസ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്കിപ്പം ആദ്യം വേണ്ടത് മാസ്കിംഗ് ആണ്. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം മാസ്കിങ്ങിൽ ആഡ് മാസ്ക്, വൈറ്റ് മാസ്ക്, ബ്ലാക്ക് മാസ്ക്, ബിറ്റ് മാപ്പ് മാസ്ക്, മാസ്ക് വിത്ത് കളർ സെലക്ഷൻ, മാസ്ക് വിത്ത് ഹൈറ്റ് കോമ്പിനേഷൻ ഉണ്ട്. നമുക്കിവിടെ മാസ്ക് വിത്ത് കളർ സെലക്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മാസ്ക് വിത്ത് കളർ സെലക്ഷൻ ചൂസ് ചെയ്തപ്പം നമുക്ക് കിട്ടിയത് ഇങ്ങനൊരു അപ്പിയറൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കളർ സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ പിക്ക് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിക്ക് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് കളർ ഇവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കളറിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും എനിക്ക്, കണ്ടോ. അല്ലെങ്കിൽ ഇവിടുന്ന് പിക്ക് ചെയ്യാം. വീണ്ടും പിക്ക് കളർ എടുത്താൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ കൊടുത്ത ഈ കളറാണ്. കളർ സെലക്ഷനുള്ളിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ പിക്ക് കളർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, RGB വാല്യൂസ് കാണിച്ചിട്ടുണ്ട്.
98, 61 ആൻഡ് 10. ഇനി നമുക്ക് ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അപ്പർ ലെയറിനെ ചൂസ് ചെയ്യുന്നു. അപ്പർ ലെയറിനെ ചൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഷൈനിനെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതെവിടെയെന്ന് വെച്ചാൽ റഫ്നെസ് വരും. റഫ്നെസ്സിനുള്ളിൽ വന്നിട്ട് ആണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ചെറിയൊരു ലെതറിൻ്റെ ഒരു ചെറിയൊരു ഷൈനിനെസ് കിട്ടണം. ഒത്തിരി ഷൈനിനെസ് വേണ്ടതാണ്. ഇനിയും ബോട്ടം ലെയറിൽ വരിക. അവിടെ വന്നിട്ട് അപ്പർ ലെയർ ഒന്ന് ഹൈഡ് ചെയ്യാം. എങ്കിൽ നമുക്ക് ബോട്ടം ലെയറിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പെട്ടെന്ന് ഇവിടെ ഈ ഒരു വ്യൂ ബോർഡിൽ കിടക്കുന്ന 3D മോഡലിലൂടെ അത് കാണുള്ളൂ, ചേഞ്ച് അറിയത്തുള്ളൂ. ഇനിയും അപ്പർ ലെയറിനെ സെലക്ട് ചെയ്തിട്ട് ഒരു മാസ്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് ബ്ലാക്ക് മാസ്ക് എന്നൊരു ഐറ്റമാണ്, ബ്ലാക്ക് മാസ്ക്. ഓക്കെ, സോ അപ്പർ ലെയറിന് ബ്ലാക്ക് മാസ്ക് കൊടുത്തു. ഇനിയും മാസ്ക് സെലക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് മാസ്ക് ഈ ഒരു ഐറ്റം ആണ് മാസ്ക്. മാസ്ക് സെലക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യണം, ഒരു ജനറേറ്റർ യൂസ് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ പോവുകയാണ്. ഇവിടെ വന്നാൽ ആഡ് ജനറേറ്റർ എന്നൊരു ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ആഡ് ജനറേറ്റർ MD എന്ന് പറഞ്ഞ് കാണിക്കും. സോ ഇവിടെ നേരെ താഴെ കാണിക്കും പ്രോപ്പർട്ടീസിനുള്ളിൽ ജനറേറ്റർ നോ ജനറേറ്റർ എന്നായിരിക്കും കാണിക്കുക. ഓക്കെ, സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു മെറ്റൽ എഡ്ജ് വെയർ എന്നൊരു പ്രീസെറ്റ് ഉണ്ട്. സോ അതെടുക്കാൻ ശ്രമിക്കുക, അതായിരിക്കും കൂടുതലും ബെസ്റ്റ്. മെറ്റൽ എഡ്ജ് വെയർ. എന്നിട്ട് താഴെ വന്നിട്ട് അതിൻ്റെ വെയർ ലെവൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ഓണാക്കണേ, അപ്പർ ലെയർ ഓൺ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാരാമീറ്റേഴ്സ് ഇൻവേർട്ട് ഫോൾസ് എന്നൊരു ഓപ്ഷൻ കൊടുക്കണം. ഇത് കണ്ടോ, ഇൻവേർട്ട് ഫോൾസ് എന്നുള്ളതാണെങ്കിൽ ട്രൂ എന്ന് കൊടുക്കുക. ട്രൂ എന്ന് കൊടുത്താൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ എഡ്ജസ് കണ്ടില്ലേ, കുറച്ചൊരു ഏജിങ് ഫീൽ വരുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തരും. കണ്ടോ, എന്നിട്ട് വെയർ ലെവൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, വെയർ കോൺട്രാസ്റ്റ് സി ആ ഡിഫറൻസ് കാണുന്നില്ല. ഇതാ ഇവിടെ എല്ലാം കാണാൻ പറ്റും. ലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇവിടെ. ഈ സൈഡിലത്തെ ലൈറ്റ്സ് വെച്ചിട്ട് കാണാൻ വേണ്ടിയാണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ നമുക്ക് വ്യൂ ബോർഡിലെ ലൈറ്റ്സ് നമുക്ക് ബാക്കിൽ ഇല്ലെങ്കിൽ ബാക്കിൽ കൊണ്ടുവരാം. ഓക്കെ, അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ അപ്പോൾ തിരിച്ച് കിട്ടുന്നില്ല. സോ അന്നേരം ഫ്രണ്ടിൽ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക മൗസിൽ, എന്നിട്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. ലൈറ്റ് എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ഏജിങ് ഈ ഒരു ഓവർ കോട്ടിലോട്ട് കാണാൻ പറ്റുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൈറ്റിലൊന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെതർ എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ലെതറിൻ്റെ ഒരു ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയാണ്. സോ ലെതർ ടൈപ്പ് ചെയ്തു. ആംബിയൻ്റ്, കളർ മാസ്ക്, ട്രാക്ക്, കവേച്ചർ, ഇതൊന്ന് കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ലെതറിൻ്റെ പ്രോപ്പർട്ടിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് കാണുന്നത് ഇതുപോലെയാണ്. സോ അതിനൊരു ചെറിയ ചേഞ്ച് കാണിക്കണം. അതെന്താ ചെയ്യേണ്ടത്? ഇവിടെ ഹൈറ്റിൻ്റെ ഓപ്ഷൻസ് വന്നിട്ട് ടൈലിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഹൈറ്റ് വന്നല്ലോ. ഇവിടെ നമ്മളിവിടെ ഹൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഹൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒപ്പേസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടല്ലോ. നെക്സ്റ്റ് ചെയ്യുന്ന കാര്യം അതിൻ്റെ ടൈലിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. Okay, so this is the way we create leather. ഇതിൻ്റെ സ്കെയിലിങ്സ് ടൈലിങ്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ എഫക്റ്റ് മാറും. ഓക്കെ, അപ്പോൾ ടോപ്പിക്ക് എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കുമായി വരുന്നവരെ ഗുഡ് ബൈ ഗൈസ്.